എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചെമ്മീൻ റോസ്റ്റും മാങ്ങയും പരിപ്പും കൊണ്ട് കറിയും 2 എണ്ണം ഇടുന്നുണ്ട്. നോക്കാം ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. സിമ്പിളാണ്, ടേസ്റ്റാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഒരു അര സ്പൂൺ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത് അനുസരിച്ചിട്ട് എടുത്താൽ മതി. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ ഉപ്പ്, പാകത്തിന് ഉപ്പ് എല്ലാം മിക്സ് ആക്കുക. അത് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനെ നല്ല പുരട്ടി കൊടുക്കുക. കൊഞ്ചെന്ന് പറയും, ചെമ്മീൻ പറയും, നമ്മൾ ചെമ്മീനാണ് പറയൽ. എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം. നല്ല പുരട്ടി 10 മിനിറ്റ് നമുക്ക് എടുത്ത് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. നല്ല പുരട്ടി എടുത്ത് വയ്ക്കാം. പിന്നെ പരിപ്പും മാങ്ങി കറിയും വെക്കുന്നുണ്ട്, അതും കട്ടാം. സിമ്പിളാണ്, ടേസ്റ്റുമാണ്. ചോറിനും പലഹാരത്തിനും എല്ലാത്തിനും പറ്റും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇരിക്കട്ടെ. നമ്മൾ നല്ല മിക്സാക്കി വയ്ക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനാണ്. അപ്പോൾ അതിരിക്കട്ടെ, 10-15 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മുടെ കറി ആകുമ്പോഴേക്കും അത് സെറ്റാവും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്, ടേസ്റ്റുമാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചെമ്മീൻ. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി വയ്ക്കാം, ദിവസം വാങ്ങിയില്ലെങ്കിലും. അപ്പോൾ നമ്മുടെ പരിപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ചാണ്. അതിലേക്ക് ഒരു ചെറിയൊരു കുട്ടി മാങ്ങ, ഒരു അര സവാളയുടെ പകുതി ഇട്ടിട്ടുണ്ട്, 2 വെളുത്തുള്ളി അരിഞ്ഞിടുന്നുണ്ട്, ഒരു ചെറിയ ഒരു പാകത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പാകത്തിന് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പരിപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചാണ്. അതിന് ശേഷം നമ്മൾ ചെറിയൊരു മാങ്ങ, ചെറിയൊരു സവാള, കുട്ടി സവാള, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, ഉപ്പ് പാകത്തിന് ഇട്ട് ഒരു വിസിലൂടെയും വിടാം. ആദ്യം വേവിച്ച് വെച്ചിരുന്നു, രണ്ടാമത്തെ ഒരു വിസിലൂടെയും വിട്ടിട്ട് നമുക്ക് അപ്പോൾ സെറ്റാവും. അപ്പോൾ കറി സെറ്റായി, പാകത്തിനായി. അതിന് വേണ്ടിയാണ് വീണ്ടും മാങ്ങയും ഈ ഉള്ളിയും ഒക്കെ പാടന്ന് വെന്ത് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വെക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിപ്പ് മാങ്ങയും കറി ചോറിനും പലഹാരങ്ങൾക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയും, എല്ലാവരും ഉണ്ടാക്കണമുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടായി കഴിച്ച് നോക്കുക തന്നെ വേണം, അപ്പോഴേ അറിയുള്ളൂ. അത്രയും ടേസ്റ്റായ ഒരു മാങ്ങാക്കറിയാണ്, മാങ്ങയും പരിപ്പും. അപ്പോൾ അത് വീണ്ടും ഒരു വിസിലിന് വിട്ടു. അത് 2 വിസിൽ വിട്ടിട്ട് ഞാൻ ഇറക്കി വെച്ചു. പരിപ്പ് മാത്രം. വീണ്ടും മാങ്ങയും ചെറിയ മാങ്ങ ഇടാൻ പാടും, വലിയ മാങ്ങ പുളിപ്പുള്ള ഇടാൻ പാടും. അപ്പോൾ ഒരുപാട് പുളിപ്പാവും. അപ്പോൾ നമുക്ക് സെറ്റായി, ഞാൻ ഇറക്കി വെച്ചു. നമുക്കൊരു താളിപ്പ് കൊടുക്കാം, വറുത്തിടൽ. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടി നോക്കാം. നമുക്ക് ഓയിൽ ഒഴിക്കാം. ചട്ടി വെച്ചിരുന്നു, ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കടുക്, ഉലുവ, ലേശം കായ ഇടാൻ വിട്ടുപോയി. കായ ഒരു പൊടിക്ക് ഇടുന്നതാണ്. 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉലുവ, 1/4 സ്പൂൺ ജീരകം, 2 പച്ചമുളക് കൂടി പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് ഒരു ചെറിയൊരു പിടി കുഞ്ഞിനുള്ളി ചെറുതാക്കി അരിഞ്ഞ് നല്ല വഴറ്റി കൊടുക്കുക. കളർ മാറട്ടെ, അത് വരയ്ക്ക് നല്ല വഴറ്റണം. കറുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇതാണ് ഈ വറുവാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല വറുത്ത ശേഷം നമുക്ക് നമ്മുടെ പരിപ്പിലേക്ക് കൊട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി സെറ്റായി, പരിപ്പ് മാങ്ങയും കറി. വീണ്ടും നമ്മൾ ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ ചെമ്മീൻ വറുത്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് വേഗമാവും, പെട്ടെന്നാവും, സമയമെടുക്കുകയും ചെയ്യും. ഇത് ക്ലീൻ ചെയ്യാൻ മാത്രമേ കുറച്ച് പണിയുള്ളൂ, ഉണ്ടാക്കാൻ പെട്ടെന്നാവണ ഒരു സംഭവമാണ്. അപ്പോൾ ആ കറി സെറ്റായി വെച്ചു. അപ്പോൾ സൂപ്പർ കറിയാണ്. ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് ഒക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ ചെമ്മീനാവട്ടെ, തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 1/4 കിലോ 300 ഗ്രാം അങ്ങനെ ചെമ്മീനുള്ളൂ, ഒരുപാടൊന്നുമില്ല. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഞാൻ കാണിച്ചല്ലോ, തിരുമ്പി വെച്ചാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം കുറേശ്ശിട്ടിട്ട് തിരുമ്പി സെറ്റാക്കി വെച്ചാണ്. അത് 10-15 മിനിറ്റിന് മേലെയായി. നമുക്കതെടുത്ത് വറുത്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് വറുത്തെടുക്കാം. പെട്ടെന്നാവും, വേഗമാവും, സമയമെടുക്കില്ല. ചപ്പാത്തിക്കും ചോറിനും കഞ്ഞിക്കും എല്ലാത്തിനും കൂട്ടാൻ പറ്റും. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇട്ടെടുക്കാം. കുറച്ച് വലിയ ചെമ്മീനാണ്, ഭയങ്കര പൊടിയല്ല, അത്യാവശ്യം കുറച്ച് വലിപ്പം. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ സിമ്പിൾ ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്നാവും, സൂപ്പർ ടേസ്റ്റുമാണ്. അതിന് ശേഷം നമുക്ക് 1/2 സ്പൂൺ പെരുംജീരകം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു. പിന്നെ ചെറിയ സവാളയുടെ ഒരു കഷ്ണം, ഒരു പച്ചമുളക്, കറുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നല്ല വഴറ്റി കൊടുക്കുക. ഒരു തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഇടുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഇത്രയേ ഇട്ടിട്ടുള്ളൂ. സെറ്റായി. പാകത്തിന് ഉപ്പ്, ഒരു ലേശം വെള്ളം കലക്കി ഒഴിക്കുക തക്കാളിയിൽ, ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീനും കറിയും റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം.